പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ എല്ലാ ദിവസത്തെയും പ്രധാന വാർത്ത പാർലമെന്റിൽ നിന്ന് തന്നെയാണല്ലോ. നിശ്ചയമായും പാർലമെന്റ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്ന് വരുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ്, വിമർശനമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നിന്നാവട്ടെ രാജ്യസഭയിൽ നിന്നാവട്ടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഈ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെ അധിക്ഷേപിച്ചു, അവഹേളിച്ചു, തുടർച്ചയായി അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയിലാണ് അമിത്ഷായുടെ അങ്ങനത്തെ ഒരു പ്രസ്താവന. കോൺഗ്രസിന്റെ ഒരു ഫാഷനാണ് BR അംബേദ്കർ എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. അതെ, അദ്ദേഹം അത് പറയുന്ന കൂട്ടത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കോൺഗ്രസിനെ ഒക്കെ പരിഹസിക്കാൻ, പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ വേണ്ടി അംബേദ്കറുടെ പേര് ആ രൂപത്തിൽ നിരന്തരം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളിടത്താണ് വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. വാർത്താ സമ്മേളനത്തിൽ അത് നിഷേധിച്ചു. കാരണം അതിന്റെ ഗൗരവം അദ്ദേഹത്തിന്, ആഭ്യന്തരമന്ത്രിക്ക് മനസ്സിലായി. കാരണം ഗൗരവമുള്ള വളരെ വസ്തുനിഷ്ഠമായ ഒരു വിമർശനം ഉയർന്നു. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും വന്നു. വാർത്താ സമ്മേളനം വിളിച്ച് അത് നിഷേധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അമിത്ഷാ മാപ്പ് പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഇന്ന് അംബേദ്കറുടെ ചിത്രങ്ങളുമായിട്ടാണ് സഭയ്ക്കകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷം ശക്തമായ വിമർശനം. നമുക്കതെല്ലാം ഒന്ന് കാണാം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിന് പിന്നാലെ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധത്തിനിടെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാവുകയായിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ എംപിമാർ നടുക്കളത്തിലിറങ്ങി ബഹളം വെച്ചു. അംബേദ്കറെയും ഭരണഘടനയെയും അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. वो बाबा साहब अम्बेडकर के संविधान को रेस्पेक्ट नहीं देना चाहते हैं, उसीलिए हम वो कंडम करते हैं और आई डिमांड हिज रेसिग्नेशन. we all the parties demand his resignation and he should apologize to the country. ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം ഭരണഘടനയ്ക്ക് മേലുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു അമിത്ഷായുടെ അംബേദ്കർ പരാമർശം. അംബേദ്കറുടെ പേരിൽ രാജ്യത്തെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.